ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 7 ശ്ലോകം 2. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാനസ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗതാം പദേ തപതപേ തേവ്യം ഹി വൈഹായസീം വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുർവൻ തപ പ്രേരണാം. ആ ബ്രഹ്മാവ് ലോക സൃഷ്ടിയിൽ മനസ്സുദിച്ചവനായിട്ട് തന്നെത്താൻ ആലോചിച്ചു നോക്കിയിട്ട് സൃഷ്ടിക്കപ്പെടേണ്ട ലോകത്തെക്കുറിച്ച് അവബോധമില്ലാത്തവനായിട്ട് ചിന്തയാൽ ആകുലഭാവത്തെ പ്രാപിച്ചിരിപ്പായി. അല്ലയോ ജഗന്നാഥ, അപ്പോൾ അങ്ങ് തപസ്സു ചെയ്യുവാനുള്ള പ്രേരണയെ ജനിപ്പിക്കുന്നവനായിട്ട് തപസ്സു ചെയ്യൂ എന്നിങ്ങനെ കർണാനന്ദകരമായ വിധത്തിലുള്ള ആകാശവാണിയെ ആ ബ്രഹ്മാവിന് കേൾപ്പിച്ചു. സൃഷ്ടി ചെയ്യുവാനുള്ള ആഗ്രഹം ഉദിച്ചെങ്കിലും അത് എങ്ങനെ വേണമെന്ന് യാതൊരു ബോധവുമില്ലാതെ ചിന്താകുലനായിരുന്ന ബ്രഹ്മാവിന് കർണമധുരമായ ഒരു അശരീരി കേൾക്കുവാൻ സാധിച്ചു. തപസ് ചെയ്യൂ എന്നിങ്ങനെയുള്ള ആ അശരീരി വാക്ക് അദ്ദേഹത്തെ തപസ് ചെയ്യുവാൻ പ്രേരണ നൽകുവാൻ യോഗ്യമായിരുന്നു. അങ്ങനെ സൃഷ്ടി ചെയ്യുവാനുള്ള ശക്തി ലഭിക്കുവാനായിട്ട് ബ്രഹ്മാവ് തപസ് ചെയ്യുവാൻ ആരംഭിച്ചു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.